നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 8 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയ വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇനി നമുക്ക് കാർഡുകൾ എടുക്കാം. ബോട്ടം കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെൻ ഓഫ് കപ്സ്, ജസ്റ്റിസ്, നൈറ്റ് ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, the moon, 4 of wands, 6 of wands, 5 of cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന തിരിച്ചുവരവാണ് ഇതെന്നാണ്. നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് വാൺസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും പ്രണയ സന്ദേശവുമായി അവർ കടന്നു വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വെറും ഒരു വരവല്ല. ഈ വരവ് തടസ്സങ്ങളെയെല്ലാം മറികടന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിജയയാത്രയാണിത്. 4 ഓഫ് വാൺസ് കാർഡും വളരെ പോസിറ്റീവായ ശുഭസൂചനയാണ് നൽകുന്നത്. ഒത്തുചേരൽ, സന്തോഷകരമായ കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ ബന്ധത്തിൻ്റെ തുടക്കം ഇവ ഈ കാർഡ് പ്രവചിക്കുന്നു. ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കാലത്ത് ഈ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനീതിയോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഇത്തവണ പരിഹാരമുണ്ടാകും. കർമ്മഫലം അനുകൂലമാകുന്ന സമയമാണിത്. നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും അവർ തിരികെ നൽകും. 6 ഓഫ് പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ തുല്യമായിരിക്കണമെന്നാണ്. മുൻപ് ഒരാൾ മാത്രം കൂടുതൽ സ്നേഹിക്കുകയും മറ്റേയാൾ അകന്നു നിൽക്കുകയും ചെയ്തിരുന്ന അവസ്ഥ മാറി ഇത്തവണ 2 പേരും തുല്യമായി പ്രണയം പങ്കുവെക്കും. 10 ഓഫ് കപ്സ് കാർഡ് പ്രണയത്തിലും ജീവിതത്തിലും ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ സമാധാനവും സന്തോഷവുമുള്ള ഒരു ദാമ്പത്യം അല്ലെങ്കിൽ പ്രണയബന്ധം ഇവർക്കൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ദ മൂൺ കാർഡ് ആൻഡ് 5 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് മുൻപ് ഒരുപാട് തെറ്റിദ്ധാരണകളും രഹസ്യങ്ങളും ഭയവും നിലനിന്നിരുന്നു ഈ ബന്ധത്തിൽ. കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ മനസ്സ് തകർന്ന നിമിഷങ്ങളെ ഓർത്ത് 2 പേരും വലിയ വിഷമം മനസ്സിലുണ്ടായിട്ടുണ്ട്, 2 പേരുടെയും മനസ്സിൽ. എന്നാൽ ആ നിഴലുകളെല്ലാം ഇപ്പോൾ മാറിമറയും. ബോട്ടം കാർഡ് ടെമ്പറൻസ് ആണ്. ഇത് കാണിക്കുന്നത് ദൈവികമായ ഇടപെടൽ ഈ ബന്ധത്തിൽ ഉണ്ടാകുന്നു എന്നാണ്. കഴിഞ്ഞ കാലത്തെ മുറിവുകളെല്ലാം ഉണങ്ങി 2 പേരും മാനസികമായ പക്വത പ്രാപിച്ച ശേഷമാണ് ഈ തിരിച്ചുവരവ് നടക്കുന്നത്. മുൻപുണ്ടായിരുന്ന തെറ്റുകളെല്ലാം തിരുത്തി പരസ്പര ബഹുമാനത്തോടെയും ആഴമേറിയ പ്രണയത്തോടെയും അവർ നിങ്ങളുടെ കൈ പിടിക്കും. ഇതൊരു പുതിയ തുടക്കമാണ്, കൂടുതൽ ശക്തവും മനോഹരവുമായ ഒന്ന്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.